പ്രിയമുള്ളവരെ, ഈ അവിയലിന്റെ ഉത്ഭവത്തെ കുറിച്ചൊരു കഥയുണ്ട്. അതായത് പാണ്ഡവന്മാരെ സദ്യ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ പ്രധാനപ്പെട്ട കറികൾക്ക് ഉപയോഗിച്ചിരുന്ന പച്ചക്കറികളുടെ അവശിഷ്ടങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് മിക്കവാറും മലയാളിയായിരിക്കും, കാരണം അദ്ദേഹം തേങ്ങ അരച്ചിരുന്നുണ്ട്. അപ്പൊ തേങ്ങ അരച്ചിട്ട് ദേശ എണ്ണയൊക്കെ അതിന് മുകളിൽ താളിച്ച് ഒരു വിശേഷപ്പെട്ട കറി ഉണ്ടാക്കി അതിന് അവിയൽ എന്ന് പേരിട്ടു. മലയാളികൾ ഏറ്റവും പ്രിയപ്പെട്ട, എനിക്കും വളരെ പ്രിയപ്പെട്ട ഒരു കറിയാണത്. കൃഷ്ണകുമാർ ടീച്ചർ ചെയ്തത് സത്യത്തിലാണ്. എന്ന് വെച്ചാൽ കാരൂരിനെ കുറിച്ചുള്ള ഒരു ചർച്ചയിലും ഒരാളും ഉദ്ധരിക്കാത്ത ചില കഥകൾ എടുത്തു വെച്ച് അതിനെ കാരൂരിന്റെ ജീവിതകാലത്തെ ജീവിത സാഹചര്യങ്ങളുമായി ഘടിപ്പിച്ച് ഭാവി കേരളത്തിന് ഒരു ദിശാസന്ധി എന്ന മട്ടിൽ അത് അവതരിപ്പിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ കാരൂരിന്റെ കഥകൾ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കേണ്ടി വരും, ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ. അങ്ങനെ ഉണ്ണികൃഷ്ണനെ കുറിച്ച് നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ സുനിത പറഞ്ഞ കാര്യവും കൂടി പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല. കാരണം നമ്മൾ മുട്ടത്ത് വർക്കിയെ കുറിച്ച് കേട്ടിട്ടുള്ളത് ഒരു പൈതൃ സാഹിത്യകാരൻ എന്നാണ്. മിനിഞ്ഞാന്ന് മലയാളമാകുന്ന ദിനപത്രത്തിൽ മലയാളത്തെ പുതിയ എഴുത്തുകാരുടെ ഏറ്റവും ശ്രദ്ധയും വേറിട്ട എഴുത്തുകൾക്ക് ഉടമയുമായിട്ടുള്ള വിനോദ് തോമസ് എഴുതിയ ഒരു ലേഖനത്തിൽ, മനോരമ എഴുതിയ ലേഖനത്തിൽ എപ്രകാരമാണ് ഒരു തലമുറയിലെ ആളുകളെ വായനയിലേക്ക് മുട്ടത്തുവർക്കി ആനയിച്ച് കൊണ്ടുവന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കാരൂരിന്റെ ദേശക്കാരനാണ് ഉണ്ണി. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആ എഴുത്തിന്റെ ചില പരാഗരങ്ങൾ ഉണ്ണിയിലും ഉരുണ്ട് കിടപ്പുണ്ട്. സന്തോഷം. കാരൂർ നമുക്കിടയിൽ നിന്ന് വിട്ടുപോയിട്ട് 50 വർഷം തികയുന്ന സെപ്റ്റംബർ മാസത്തിലാണ്, ഈ സെപ്റ്റംബർ 30-നാണ് അദ്ദേഹം അന്തരിച്ചത്. 50 വർഷം തികയിച്ചത്. വാസ്തവത്തിൽ സാഹിതിയുടെ ഒരു അംഗം എന്നുള്ള നിലയിൽ എനിക്കും വലിയ അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു പരിപാടിയിൽ അദ്ദേഹത്തെ അനുസ്മരിച്ച് 4 വാക്കുകൾ സംസാരിക്കാൻ അവസരം കിട്ടുന്നുണ്ടോ? ഇവിടുത്തെ സാംസ്കാരിക സ്ഥാപനങ്ങൾ എവിടെയാണ്? സാഹിത്യ അക്കാദമി ഉൾപ്പെടെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അവരൊക്കെ വിസ്മരിച്ചാലും മലയാളിക്കോ മലയാളം എഴുത്തിനോ മലയാളം എഴുത്തുകാർക്കോ സാഹിത്യാസ്വാദകർക്കോ അത്ര എളുപ്പത്തിൽ കാരൂരിനെ വിസ്മരിക്കാൻ കഴിയുമോ? അതുകൊണ്ട് കാരൂർ എന്താണ്, കാരൂരിന്റെ ജീവിതം എന്താണ്, അദ്ദേഹം എഴുതി തുടങ്ങിയ കാലത്തെ മലയാളത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് കൂടി നമ്മൾ രേഖപ്പെടുത്തി വെച്ചില്ലേ ഈ പരിപാടി പൂർണ്ണമാവുകയുള്ളൂ. അതാണ് അതിന്റെ ഒരു പാർട്ട്. കാരൂർ നീലകണ്ഠപിള്ള പറഞ്ഞ വിനോദ് മാറ്റി. കാരൂർ നീലകണ്ഠപിള്ള ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല. ഞാൻ ആവർത്തിച്ച് ഊന്നി പറയാനുള്ള ഒരു കാരണം, കാരൂർ കഥകൾ സമം വാക്യാ കഥകൾ എന്ന് നമ്മൾ അങ്ങനെ എഴുതി സമീകരിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവരും അദ്ദേഹത്തിന്റെ എല്ലാ കഥകളും വായിക്കുകയുമില്ലോ. ആ കഥാപ്രപഞ്ചത്തിൽ അങ്ങനെ എറിച്ചു നിൽക്കുന്നത്, ഒരു തിരുവനന്തപുരം ഭാഗമാണ്, എറിച്ചു നിൽക്കുന്നത്, മുടച്ചു നിൽക്കുന്നത് ഈ വാക്യാ കഥകളാണ്. എന്നിട്ട് നമ്മൾ പറയും, അയ്യോ ആ കാലത്ത് വാക്യാന്മാരുടെ ജീവിതം എത്രയോ കഷ്ടമായിരുന്നു, കഷ്ടതരമായിരുന്നു. അപ്പൊ അതേക്കുറിച്ച് അദ്ദേഹം ദീനദീനമായി ഇൻസ്പെക്ടർ വന്നപ്പോൾ വൃത്തിയുള്ള വസ്ത്രമില്ലാത്തതുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ ഉടുകൊണ്ട് പറിച്ച് ഉടുക്കുകയും മറ്റൊരു ടീച്ചറുടെ 2ാം കൊണ്ട് വാങ്ങി ധരിക്കുകയും ഒക്കെ ചെയ്തു നിൽക്കുന്ന ഒരു അധ്യാപകൻ
ഇനിയായിരുന്നു കേരളത്തിലെ അധ്യാപകർ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ തലമുറ വാസ്തവത്തിൽ പുച്ഛിച്ച് ജീവിക്കും. കാരണം അധ്യാപനം വെച്ചാൽ അവർക്ക് യൂണിവേഴ്സിറ്റി UGC ശമ്പളമോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്കെയിലോ ഒക്കെ കിട്ടുന്ന അധ്യാപകനെയാണ് പെട്ടെന്ന് മനസ്സിൽ വരിക. അപ്പോ കാരുണ്യലകന്റെ വഴി എഴുതിയ കഥകൾക്കൊന്നും സമകാലിക പ്രസക്തി ഇല്ലല്ലോ എന്നൊക്കെ ആണ് ചർച്ചകൾ പോകാറ്. 187 കഥകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള കണക്കുണ്ട്. 191 വേറെ കണക്കുണ്ട്. ടീച്ചർ 200 കണക്ക് പറഞ്ഞു കിട്ടും. അതിൽ വെറും 19 കഥകൾ മാത്രമാണ് അധ്യാപക കഥകളുള്ളത്. അപ്പൊ അതിന് ഇത്ര പ്രാധാന്യം വരാനുള്ള ഒരു കാര്യം ആ കഥകളുടെ ഒരു സാമൂഹ്യ പശ്ചാത്തലം പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കണം. പട്ടിണി, ദാരിദ്ര്യം, അത് അധ്യാപകന്റെ ആയാലും പോലീസുകാരന്റെ ആയാലും എഴുന്നള്ളൊരു കഥയുണ്ടല്ലോ. എഴുന്നള്ളൊരു കഥയിൽ ഒരു പോലീസുകാരൻ ഒരു കുറുപ്പ് ഇല്ലേ, എഴുന്നള്ളത് ഡ്യൂട്ടി. അപ്പൊ ഭാര്യയ്ക്ക് പ്രസവം എടുത്തു. അയാൾക്ക് ജീവനക്കാരനായ ഒരു കുട്ടി വീട്ടിലുണ്ട്. ഈ ഭാര്യ പ്രസവിക്കുമ്പോൾ അതിന് സഹായം കൊടുക്കാൻ വേണ്ടി ഒരു മിഡ്വൈഫിനെ വിളിക്കാൻ 2 രൂപ കൊടുക്കാനില്ല. അതുകൊണ്ട് അയാൾ വഴിയിറങ്ങി കാണുന്നവരോടൊക്കെ കസർത്ത് കളിച്ച് കൈക്കൂലി പിടിച്ച് പണം കൊടുക്കുന്ന ഒരു പോലീസുകാരൻ. അപ്പൊ വാസ്തവത്തിൽ അടിസ്ഥാനപരമായ അധ്യാപകരുടെയും പോലീസുകാരുടെയും ഒക്കെ ജീവിതാവസ്ഥ ഒന്ന് തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ കാരൂർ കഥയെ വാദ്യാർ കഥയായി, വാദ്യാർ എന്ന് പറഞ്ഞാൽ വളരെ പക്വതയായ, വളരെ അടങ്ങി മിതവാക്കായി ജീവിക്കുന്ന ഒരാൾ എന്ന മട്ടിൽ ചുരുക്കപ്പെട്ടു പോയതുകൊണ്ട് വാസ്തവത്തിൽ ആരായിരുന്നു കാരൂർ എന്ന് നമ്മൾ വീണ്ടും ഒന്ന് അന്വേഷിക്കുകയും 1898 ജനിക്കുന്നത്. 1975 അദ്ദേഹം മരിക്കുന്നത്. 34-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആദ്യത്തെ കഥ എഴുതുന്നത്. ടീച്ചറായിട്ട് അനുസരിപ്പിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 35 വർഷക്കാലമാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതം ഉണ്ടായിരുന്നത്. നോവൽ എഴുതി, അത് അന്നേ പരാജയമായിരുന്നു. നാടകം എഴുതി, അത് ആരും ശ്രദ്ധിച്ചില്ല. കഥകളാണ് അദ്ദേഹത്തിന്റെ മേഖല. അപ്പൊ കഥകൾ എന്ന് പറയുമ്പോൾ ചെറുകഥ എന്ന സാഹിത്യ രൂപം എപ്രകാരമാണ് ലോകത്ത് മലയാളത്തിൽ ഒക്കെ വളർന്നു വന്നിട്ടുള്ളത് എന്ന് അന്വേഷിക്കേണ്ടി വരും. ലോകത്ത് അനവധി കഥകളുണ്ട്. കഥകളൊരു മഹാപ്രപഞ്ചമുണ്ട്. ഭാരതത്തിൽ തന്നെ നമ്മൾ പറയുന്ന കഥകളാകുന്ന സരിത്തുകൾ ചേർന്ന് ചേരുന്ന ഒരു മഹാസാഗരം, അതാണ് കഥാസരിസാഗരം എന്ന് പറയും. ഇവിടെ എന്തിനെ കുറിച്ചും കഥകളാണ്. അത് കേരളത്തിന്റെ ഒരു മഹാശക്തിയായി ഇത്തരം മിത്തോളജി. നിങ്ങൾക്ക് ഒരു എറുമ്പിനെ കണ്ടാലും അയ്യോ ആ എറുമ്പെന്ന് പറയുന്നത് അത് വെറും എറുമ്പല്ല, അത് തൃപ്പപ്പാട്ടപ്പന് എണ്ണയുമായി പോകുന്ന അവ ഇട്ടേക്കണം എന്നാണ്. എണ്ണപ്പുഴു. നിങ്ങൾക്ക് ഒരു കാക്കയെ കണ്ടാൽ ആ കാക്ക ബലിക്കാക്കയാണ്. അത് മരിച്ചുപോയ നമ്മുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ അല്ലെങ്കിൽ മരിച്ചുപോയ ആളുടെ ഒരു ആത്മാവുമാണ്. നിങ്ങൾക്ക് ആൾവൃക്ഷം കണ്ടാൽ അയ്യോ അതിന്റെ ഇടയിലാണ് ഉണ്ണിക്കണ്ണൻ കിടന്ന് ഉറങ്ങുന്നത്. നമ്മളൊരു തെങ്ങ് കണ്ടാൽ അത് ഭൂമിയിലെ കമ്പോഷാണ്. അതിലെല്ലാം ഒരു ഡിവൈൻ കണക്ഷൻ വെച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാത്തിനും ഇപ്പോ ഒരു നദിയായാലും ഒരു പർവ്വതമായാലും ഒരു വൃക്ഷമായാലും ഒരു ജീവിയായാലും എല്ലാത്തിനും നമ്മളൊരു കഥയുണ്ടാകും. അത് ഭാരതത്തിന്റെ പ്രത്യേകതയാണ്. ലോകത്തിപ്പോൾ ഡെക്കാമറോൺ കഥകൾ, ഈസോപ്പ് കഥകൾ, പഞ്ചതന്ത്രം കഥകൾ, ഇങ്ങനെ കഥകൾ അനവധി ഉണ്ടെങ്കിലും ഈ കഥകൾക്ക് ഒരു ദേശാന്തര ഗമനമുണ്ട്. ഈസോപ്പ് കഥകളിൽ പലതും നമ്മൾ പഞ്ചതന്ത്ര കഥകളിലും വായിക്കും. സമാനമായ കഥകൾ അവിടെയും ഇവിടെയും വായിക്കും. അങ്ങനെയാണ്. കഥകളുടെ റാണി എന്നറിയപ്പെടുന്നത് 1001 രാവുകളിൽ കഥ പറയുന്ന സഹസ്രാദ് ആണ്. അങ്ങനെയാണ്. കഥയുടെ ആഖ്യാന ശക്തി കൊണ്ട് തന്റെ കഴുത്തിനെ രക്ഷിച്ച ഷഹസാദ്. അത് അറബിയിലുള്ള കഥകളാണ്. പക്ഷെ
ഇത്തരം കഥകൾ ഒന്നുമല്ലാതെ ചെറുകഥ എന്ന ഒരു സാഹിത്യവും വരുന്നത് വാസ്തവത്തിൽ 20-ാം നൂറ്റാണ്ടിൽ ഒരു സാമൂഹിക മാറ്റത്തിന് ഫലമായി ആളുകൾക്ക് സാക്ഷരത വർദ്ധിക്കുകയും യുദ്ധാനന്തര സമൂഹത്തിൽ ആളുകൾക്ക് പുതിയതരം സാഹിത്യ രൂപങ്ങളോടൊരു ആഭിമുഖ്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ യൂറോപ്പിലാണ് ഈ ഒരു സാഹിത്യ രൂപം ഉണ്ടാവുന്നത്. ഇതര സാഹിത്യ രൂപങ്ങളെ പോലെ മലയാളത്തിലും ചെറുകഥ എന്ന സാഹിത്യ രൂപം ഒരു സാഹിത്യ രൂപമായി വരുന്നത് ഇംഗ്ലീഷ് സാഹിത്യവുമായുള്ള ബന്ധം കൊണ്ടാണ്. ചന്ദ്രമേനോനെ കുറിച്ച് പറയും, അദ്ദേഹം ഇംഗ്ലണ്ടിൽ അക്കാലത്ത് പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ പുസ്തകങ്ങൾ തപാലിൽ വരുത്തി വായിച്ചിരുന്ന ആളാണ്. അതുകൊണ്ടാണ് ചന്ദ്രമേനോന് ഇന്ദുലേഖയെ പോലെ ഒരു മോസ്റ്റ് മോഡേൺ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു യുവതിയെ, ഒരു സ്ത്രീ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് എന്ന് പറയും. അപ്പൊ അത്തരത്തിൽ യൂറോപ്യൻ കഥകളുടെ മാതൃക പിടിച്ച് മലയാളത്തിൽ ആദ്യകാലത്ത് കഥകൾ രചിച്ചിരുന്ന ആളുകൾ ലങ്കയിൽ കുഞ്ഞിരാമൻ നായർ, അമ്പാടി നാരായണ പുരുവാൻ, പോലുള്ള കുറെ ആളുകൾ ആദ്യഘട്ടത്തിൽപ്പെട്ട ആളുകളാണ്. ഇവരുടെ കഥയുടെ ഒരു പ്രത്യേകത, ഈ കഥകളൊക്കെ കഥകളായിരുന്നു നേരം പോക്കുകളായിരുന്നു എന്നതാണ് പ്രശ്നം. നമുക്ക് നമ്മുടെ നാട്ടിൽ ആളുകൾ ഏതൊരു സംഭവത്തെയും വർണ്ണിച്ച് വിവരിച്ച് പറയും. ഒരു ആഖ്യാനമുണ്ട്, നാട്ടുപുറത്തിന്റെ ഒരു ആഖ്യാനമുണ്ട്. ഒരു CS ഗോപാലപ്പണിക്കരുടെ ഒരു മുതലനായാട്ട് ഒരു കഥയുണ്ട്. ഒരു മുതലയെ പിടിക്കാൻ പോകുന്ന കഥയാണ്. അവസാനം ഈ പഴയകാല സിനിമകളിലൊക്കെ ശുഭം എഴുതി കാണിക്കുന്നവർ എല്ലാം മുതലയെ പിടിച്ച് ആള് പരിക്കയറ്റാതെ തിരിച്ചു വന്നു ശുഭം. ഒരു മദിരാശി പിത്തലാട്ടം എന്നൊരു കഥയുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ആദ്യകാല കഥകൾ. മദിരാശിക്ക് പോകുന്നു, അവിടെ വെച്ചുണ്ടാകുന്ന അബദ്ധങ്ങൾ, ചില അപകടങ്ങൾ, അത് തരണം ചെയ്ത് നമ്മൾ തിരിച്ചു വരുന്നു. അങ്ങനെയാണ്. ഇപ്പൊ വാസനാവികൃതി എന്ന് പറഞ്ഞൊരു കഥ, അതാണ് നമ്മുടെ ആദ്യത്തെ കഥയായി നമ്മൾ പറയുന്നത്. അതായത് മോഷ്ടാവായ ഒരുത്തൻ എവിടെ പോയാലും മോഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ മോഷ്ടിച്ച് ഒരു നമ്പൂരിയുടെ പണക്കിൽ മോഷ്ടിക്കുന്നു. എന്നിട്ട് അയാൾക്ക് പിന്നീട് ഉണ്ടാകുന്ന ചില അബദ്ധങ്ങൾ. അപ്പൊ ഇതൊക്കെ വായിച്ച് ആളുകൾക്ക് നേരം നോക്കണം. അപ്പൊ അക്കാലത്ത് വായന എന്ന് പറയുന്നത് നേരം കളയാനുണ്ടായിരുന്ന ആളുകളുടെ വിനോദം. അധ്വാനിക്കുന്നവരിലേക്ക് എഴുത്ത് വന്നിട്ടില്ല. പിന്നീടാണ് നമ്മുടെ നാട്ടിൽ എഴുത്ത് വ്യാപകമാകുന്നു, അച്ചടി വ്യാപകമാകുന്നു, മാസികകൾ വ്യാപകമാകുന്നു. ആ കാലഘട്ടത്തിലാണ് അടുത്ത ഘട്ടത്തിൽ മനുഷ്യന്റെ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ചില ആഖ്യാനങ്ങൾ വരുന്നത്. ഈ ആഖ്യാനങ്ങൾ നമ്മുടെ VT ഭട്ടതിരിപ്പാടിന്റെയും MRBയുടെയും മുത്തലിങ്ങോട് ഭൗത്രാളം നമ്പൂതിരിപ്പാടിന്റെയും രചനകളിലാണ് നമ്മൾ പുതിയ ഒരു അവബോധം കാണുന്നത്. ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇവരാരും സാഹിത്യം എഴുതിക്കളയാമെന്ന് എഴുതിയ ആളുകളല്ല. ഒരു സാഹിത്യം എഴുതിക്കളയാം എന്ന് കരുതി എഴുതിയവരല്ല ഇതാരും. നമുക്ക് ചില കാര്യങ്ങൾ സമൂഹത്തോട് പറയാനുണ്ട്. ഇത് പറയാതിരിക്കാൻ നോക്കിയില്ല. പ്രത്യേകിച്ച് ഈ തന്റെ സമുദായത്തിലെ വിധവകളായിട്ടുള്ള സ്ത്രീകളുടെ ദുരന്തങ്ങൾ, കൗമാരം കടക്കും മുമ്പേ വിധവകളായി തീർന്ന അന്തർജനങ്ങളുടെ കഥകൾ. പൂച്ചയായി ജനിക്കാം, പട്ടിയായി ജനിക്കാം, പക്ഷേ അപ്പനായി ജനിച്ചുകൂടാ എന്ന് അപ്പൻ നമ്പൂതിരിമാരുടെ ദുരന്തം. ഇതൊക്കെ അവർ കഥകളിലും നാടകങ്ങളിലും, ഇത് നാടകമാണെന്ന് അറിയുള്ളൂ, അങ്ങനെയാണെന്ന് പറയാം. എന്നാലും ഈ VT ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നരകത്തേക്ക് എന്നുള്ള നാടകം അദ്ദേഹം നോവലായിട്ടാണ് എഴുതിയത്. ചില ഹായ് നാടകം നന്നായിട്ടുള്ളതാണ്, ഇതാണ് നാടകം എന്നാണ് അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ അവരുടെ കൃതികളുടെ ഒരു പരിമിതിയായി പറയപ്പെടുന്നത് അതിനകത്ത് ഈ പ്രബോധനാത്മകത വളരെ മുന്നിൽ നിൽക്കുന്നതാണ്. ഒരു മാതൃകകളില്ല. അപ്പൊ അവർക്ക് പറയാവുന്ന കാര്യം പറയുന്നു. അപ്പോ നമ്മുടെ ദൈന്യം എന്ത്, ആളുകളുടെ പ്രശ്നം എന്തെന്ന് പറയത്തിലാണ് ആ കഥകളിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു സംഗതി. ഇതിന് തൊട്ട് പിന്നീടാണ്. അപ്പൊ ഈ 1930 ആകുമ്പോഴേക്കും ലോകം തന്നെ മാറുകയാണ്.
നമുക്കറിയാവുന്നതുപോലെ 1917 റഷ്യയിൽ ഒക്ടോബർ വിപ്ലവം വരിക. ഒക്ടോബർ വിപ്ലവം സാഹിത്യമായിട്ട് ബന്ധമെന്ന് വെച്ചാൽ നാളതുവരെ മനുഷ്യന്റെ ഒരു വിശ്വാസം, ഞാൻ എന്തുകൊണ്ട് ഒരു ദരിദ്രനായിരിക്കും, ഞാൻ എന്തുകൊണ്ട് പിന്നോക്കക്കാരായിരിക്കും, ഇതൊരു വിധിയാണ്, ഇത് ദൈവഹിതമാണ്, അതിനെ തിരുത്താൻ നിനക്ക് സാധ്യമല്ല. അപ്പോ നീ ദരിദ്രനാണെങ്കിൽ, പിന്നോക്ക ജാതിക്കാരനാണെങ്കിൽ നീ ആ ജീവിതം ഭംഗിയായിട്ട് ചെയ്തു കൊള്ളുക, അതിൽ നിനക്ക് മുക്തിയില്ല എന്നാണ്. പക്ഷേ ലോകത്ത് ആദ്യമായി അതിനൊരു മാറ്റം ഉണ്ടാവുന്നത് ഈ ഒക്ടോബർ വിപ്ലവം കൊണ്ടാണ്. റഷ്യയിലെ യാതിനി എന്നറിയപ്പെടുന്ന, യൂറോപ്പിലെ യാതിനി എന്നറിയപ്പെടുന്ന റഷ്യയിലാണ് ആദ്യമായിട്ട് വിപ്ലവം ഉണ്ടാകുന്നത്. ആ വിപ്ലവം ലോകത്തുണ്ടാക്കിയൊരു മാറ്റം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വിധി മാറ്റിമറിക്കാൻ കഴിയും. നിങ്ങൾ സംഘടിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ അലകും പിടിയും മാറ്റാൻ കഴിയും, ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയും എന്ന ഒരു പുതിയ അവബോധം റഷ്യയിൽ നിന്ന് സാവധാനം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പരക്കുകയാണ്. അപ്പൊ സാഹിത്യം എന്ത്, എന്തിന്, എപ്രകാരം എന്ന ഒരു പുതിയ ചോദ്യം ഈ ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം ലോകത്ത് വ്യാപകമാകുന്നുണ്ട്. ഇപ്പൊ ജീവിതത്തിന്റെ നിലവാരം ഉയർത്തുന്നതിന്, ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് സാഹിത്യം സഹായകമാവണം എന്ന ആ ചിന്താഗതിയിൽ നിന്നാണ് ജീവൻ സാഹിത്യ പ്രസ്ഥാനം എന്ന ഒരു സാഹിത്യ പ്രസ്ഥാനം ഉണ്ടാകുന്നത്. സാമൂഹിക പ്രശ്നങ്ങൾ കൃതികളിൽ ആവിഷ്കരിക്കുന്ന ഒരു പുതിയ രീതി വരും. ആ പ്രസ്ഥാനമാണ് പിന്നീട് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ആയി വരുന്നത്. അതൊരു ഭാഗമാണ്. ഈ കാലമാകുമ്പോഴേക്കും 2 ലോകമഹായുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അതേ തുടർന്ന് ലോകത്ത് വലിയ തോതിലുള്ള ആൾനാശം ഉണ്ടാകുന്നുണ്ട്, പട്ടിണി ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് നിങ്ങൾക്ക് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് പോലത്തെ ബൗദ്ധിക ലേഖനങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന് ലോകത്ത് ഒരു പുതിയ മാനവ കുലത്തിന്റെ സൃഷ്ടിക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇങ്ങനെ പല ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മലയാളത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇക്കാലത്താണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കേസരി ബാലകൃഷ്ണപിള്ള എന്നൊരു മഹാമനീഷി, അക്കാലം വരെ സംസ്കൃതത്തിന്റെ പിടിയിൽപ്പെട്ടിരുന്ന മലയാള സാഹിത്യത്തിലേക്ക് ഫ്രഞ്ച്, റഷ്യൻ സാഹിത്യങ്ങളിലുള്ള വിവർത്തനവുമായി വരുന്നു. മോപ്പസാങ്ങിന്റെയും ആന്റൺ ചെക്കോവിന്റെയും ഒക്കെ കഥകൾ വിവർത്തനം ചെയ്ത് അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയാണ്. അത്തരം ഒരു സാഹിത്യ ലോകം, ഇങ്ങനെയും സാഹിത്യം എഴുതാമോ എന്ന ഒരു ബോധം അക്കാലത്തെ യുവാക്കളായ എഴുത്തുകാർക്കിടയിൽ പരത്തുന്നതിന് ഒരു ഗുരുസ്ഥാനത്ത് നിന്ന് നമ്മുടെ കേസരി കെ ബാലകൃഷ്ണപിള്ള ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോൾ, മറുഭാഗത്ത് കോട്ടയം കേന്ദ്രീകരിച്ച് പ്രൊഫസർ MP പോൾ, അദ്ദേഹത്തിന്റെ ഒരു സാഹിത്യ കൂട്ടായ്മയുണ്ട്. ആ സാഹിത്യ കൂട്ടായ്മയുടെ പേരാണ് സാഹിത്യ സഖ്യം. അദ്ദേഹം തൃശ്ശൂരിൽ നിന്നാണ് കോട്ടയത്തേക്ക് പോകുന്നത്. അതിന് വലിയ കഥയുണ്ട്. തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു പ്രൊഫസർ MP പോൾ. അക്കാലം നമുക്ക് എല്ലാവർക്കും അറിയാം, മാനേജർ കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകുന്ന തുകയാണ് ശമ്പളം. പലപ്പോഴും മാസത്തിൽ എപ്പോഴെങ്കിലും ഒരു തവണ ശമ്പളം കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്ന അവസ്ഥയിലാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത്. അക്കാലത്ത് വളരെ പേരുകേട്ട പ്രൊഫസറാണ് അദ്ദേഹത്തെ സെന്റ് തോമസ് കോളേജിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മാനേജ്മെന്റിന് കൃത്യമായി ഒരു കത്ത് എഴുതിയിട്ടു. ആ കത്ത് എല്ലാ മാസവും കൃത്യമായ സമയത്ത് ശമ്പളം തരണം എന്നാണ് സാർ പറഞ്ഞതാണ്. ശരി. അതായത് ഈ കത്തിലെ ഭാഷ തന്നെ ഇത്ര ഗംഭീരമായ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതാൻ കഴിയുന്ന ഒരു അധ്യാപനം എന്ന് പറഞ്ഞാൽ അക്കാലത്തിൽ വലിയ സംഭവമായിരുന്നു.
പക്ഷേ അക്കാലത്തെ മാനേജർ ഇദ്ദേഹത്തിന്റെ ഈ ഒരു കേവലമായ ഒരു ആവശ്യം വലിയ ഒരു ധിക്കാരമായി കണക്കാക്കുകയും അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ജോസഫ് മാഷ് പറഞ്ഞതുപോലെ ആ കത്താണ് വളരെ പ്രശസ്തമായിട്ടുള്ള ദ ഹിസ്റ്ററി ഓഫ് എ കട്ട് എന്നാണ്. ഇദ്ദേഹത്തോടൊപ്പം ഈ അഭ്യർത്ഥനയിൽ പങ്കാളികളായിരുന്ന മറ്റുള്ള ആളുകളൊക്കെ പതിവ് പോലെ മാപ്പ് പറഞ്ഞ് തിരിച്ച് സർവീസിൽ കയറിയെങ്കിലും അദ്ദേഹം അത് തയ്യാറായില്ല. അദ്ദേഹം തൃശ്ശൂരിലെ തന്റെ തൊഴിൽ അവസാനിപ്പിച്ച് അദ്ദേഹം കോട്ടയത്തേക്ക് പോയിട്ടായി. അദ്ദേഹം കോട്ടയത്തേക്ക് വന്നു എന്നറിഞ്ഞ് സെയിന്റ് ബർക്കമാൻസ് കോളേജിലെ മാനേജ്മെന്റ് ഇദ്ദേഹത്തെ ക്ഷണിച്ച് അവിടെ കുറച്ചു കാലം അധ്യാപകനാക്കി നിയമിച്ചെങ്കിലും ഈ ഇദ്ദേഹത്തിന്റെ ഒരു ധൈഷണികമായ ധാരാളിത്തം, ധൈഷണികമായ ഔന്നത്യം ഉൾക്കൊള്ളുന്നതിന്റെ ശേഷി അക്കാലത്തെ കോളേജ് മാനേജ്മെന്റിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ആ തൊഴിലും അവസാനിപ്പിച്ച് ഒരാൾക്ക് വളർന്നയാൾ അദ്ദേഹം കോട്ടയത്ത് MP പോൾസ് കോളേജ് എന്നൊരു കോളേജ് ആരംഭിച്ചു. അതാണ് വാസ്തവത്തിൽ മലയാള സാഹിത്യത്തിന് വലിയ തോതിൽ ഒരു സഹായകമായ സാഹിത്യ സഖ്യം എന്നൊരു കൂട്ടായ്മ രൂപീകരിക്കാൻ കാരണം. അപ്പോ മാസത്തിൽ ഒരിക്കൽ അവിടെ കോട്ടയത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എല്ലാവരും ഒത്തുകൂടും. ഒറ്റൂരാമന്മാരുണ്ട്, കാമ്പിശ്ശേരി കരുണാകരനുണ്ട്, MP പോളുണ്ട്, കാരൂരുണ്ട്. അങ്ങനെ കോട്ടയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ അവിടെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒത്തുകൂടും. അപ്പോൾ ഒത്തുകൂടിയിട്ട് ആളുകൾ കഥകളോ കവിതകളോ ലേഖനങ്ങളോ അവിടെ അവതരിപ്പിക്കും. കോഴിക്കോട് ഈ കോലായ ചർച്ചകളുണ്ട്. സാഹിത്യത്തിന്റെ ഓരോരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ചില കൂട്ടായ്മകളാണ്. നമ്മൾ ഈ സാഹിത്യം ചെയ്യുന്നതും അത് തന്നെയാണ് വാസ്തവത്തിൽ. ഇരിക്കുക, ചർച്ച ചെയ്യുക, ആ അർത്ഥത്തിലാണ്. അങ്ങനെ MP പോൾ അദ്ദേഹം ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ വായിച്ച് ലോക സാഹിത്യത്തെ കുറിച്ച് അറിവുകളൊക്കെ ഈ സദസ്സിൽ പങ്കുവയ്ക്കുന്നത്. ആ സദസ്സിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ശുഭ്രതാരകമാണ് നമ്മുടെ കാരൂർ ജലകണ്ഠൻ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഒരു മിതഭാഷിയായ മിതവാക്കായ ഒരു ഒരു വാദ്യാരായി ചുരുക്കി കാണുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു വലിയ അപരാധമാണ്. ഉണ്ണികൃഷ്ണൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, അദ്ദേഹം 7ാം ക്ലാസ് പാസ്സായ ഉടനെ തന്നെ അദ്ദേഹം അധ്യാപകനായി തൊഴിൽ പ്രവേശിച്ചു. അക്കാലം അങ്ങനെയാണ്. 6th പാസ്സാവുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ യോഗ്യത വേണ്ട. 7th ആണെങ്കിൽ പറയാനുമില്ല. കോട്ടയത്തിനടുത്തുള്ള ഒരു പള്ളിയുള്ള സ്കൂളിലാണ് അദ്ദേഹത്തിന് ആദ്യമായി നിയമനം ലഭിക്കുന്നത്. അപ്പൊ അവിടെ അധ്യാപകനായിരുന്ന സമയത്ത് ലോകം അങ്ങനെ തിളച്ചു മറിയുന്ന കാലമാണ്. ഈ വിപ്ലവാശയങ്ങൾ വരുന്നുണ്ട്. വിപ്ലവം എന്താണെന്നുള്ള അറിയുന്നു. കേരളത്തിലെ വിപ്ലവകാരികളിൽ അഗ്രിമസ്ഥാനത്ത് വേണ്ട കേശവദേവ് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ പറയുന്നുണ്ട്. അദ്ദേഹം ചെക്കോവിന്റെ ചില കൃതികൾ വായിച്ചിട്ടാണ് വിപ്ലവം എന്നാണ് പഠിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പഠിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാരായ ആളുകളൊന്നും കേരളത്തിലില്ല. ഇവരൊക്കെ സാഹിത്യം വായിച്ചിട്ടും അവരുടെ ജീവിത സാഹചര്യങ്ങളുമായി അതിനെ ബന്ധിപ്പിച്ച് അതിൽ ഒരു വിപ്ലവബോധത്തെ ഉരുത്തിരിച്ചെടുക്കുകയാണ്. അതായത് കെ രാമോദരനെ പോലെ ഈ പാർട്ടി ഡയലക്ടിക്സ് പഠിച്ചിട്ട് വന്ന ആളുകളില്ല ഇവരാരും. അപ്പോ അധ്യാപകരുടെ കാര്യം വളരെ കഷ്ടമാണ്. കാരണം മാനേജരാണ് നിയമിക്കുന്നത്. അവർ ശമ്പളം കൊടുത്താൽ കൊടുത്തു. അങ്ങനെയാണല്ലോ കാര്യങ്ങൾ കഥ എഴുതുന്നുണ്ടല്ലോ. സാറിനും പട്ടിക്കും ചോറ് കൊടുത്താൽ പടി അടയ്ക്കാം എന്നാണ്. അപ്പൊ അത് സാറിന്റെ ഈ പട്ടിയുടെയും നിലവാരം ഇത് പോമറേനിയൻ ഡോഗാണ് എന്ന് വ്യാഖ്യാനിച്ചു വരുന്നത്. അങ്ങനെയാണ്. അത്ര ദയനീയമാണ്. അക്കാലത്ത് ഒരു അഖില തിരുവിതാംകൂർ അധ്യാപക സംഘം ഉണ്ടാവും. ഈ സംഘം എന്നുള്ള വാക്ക് ഇപ്പോഴാണെങ്കിൽ മഹാകുഴപ്പമാണ്. അന്നായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെയാണ്. നമ്മൾ നിറങ്ങളും പദങ്ങളും
പാർട്ടി കളങ്ങളിൽ നമ്മളിങ്ങനെ വേർതിരിച്ച് വെച്ചിട്ടാണല്ലോ നീല എന്ന് പറഞ്ഞ ഒരർത്ഥം, ചെവപ്പെന്ന് പറഞ്ഞാൽ വേറൊരർത്ഥം, കാവ്യ എന്ന് പറഞ്ഞാൽ ഇനിയൊരർത്ഥം, സംഘം എന്ന് പറഞ്ഞാൽ കൂടെ. അധ്യാപക സംഘം എന്നൊരു സംഘം ഉണ്ടാവുന്നു. ആ അധ്യാപക സംഘത്തിന്റെ ആദ്യത്തെ യോഗം നടക്കുന്നത് പറവൂരിലാണ്. രണ്ടാമത്തെ യോഗം നടക്കുന്നത് പിറ്റേ വർഷം ആ യോഗം നടക്കുന്നത് ഏറ്റുമാനൂരിൽ വെച്ചിട്ടാണ്. ഈ ഏറ്റുമാനൂര് പല രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ സംഭവങ്ങൾക്കും എന്താണ് പീഠഭൂമി ഒരുക്കിയിട്ടുള്ള സ്ഥലമാണ് ഈ ഏറ്റുമാനൂർ. അപ്പൊ അന്ന് അവിടെ ഈ യോഗം നടക്കുമ്പോൾ അതിന്റെ കാര്യദർശികളിൽ ഒരാളായി ഈ കാര്യൂരിനെ തെരഞ്ഞെടുക്കുക. അപ്പം യുവാവാണ് എന്ന് ഓർത്തു പോകണം. അന്ന് അവിടെ ആ അധ്യാപക സംഘത്തിന്റെ യോഗത്തിൽ അവർ മുന്നോട്ട് വെച്ച ഒരാവശ്യം അധ്യാപകർക്ക് ശമ്പള വർധനവ് കൊടുക്കണം, സ്ഥിരമായി ശമ്പളം കൊടുക്കണം, ശമ്പള വർധനവ് വേണമെന്നാണ്. ഒരു നിവേദനം പുതുതമ്പുരാന് കൊടുക്കാൻ അവർ തീരുമാനിച്ചു. പിന്നീട് അത് ചർച്ച ചെയ്ത് അത് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ ഇങ്ങനെ ഒരു ചർച്ച അവിടെ ഉണ്ടായി എന്നറിഞ്ഞ ഉടൻ തന്നെ കിങ്കരന്മാർ വിവരം രാജാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഈ കാര്യദർശികളായ രണ്ടുപേരെയും സർവീസിൽ നിന്ന് പുറത്താക്കുകയും ബാക്കിയുള്ള ആളുകളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. മാപ്പ് പറഞ്ഞാൽ തിരിച്ചെടുക്കാം എന്നാണ്. ഇവിടെയാണ് കാര്യൂരിന്റെ ഒരു സ്വഭാവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറായില്ല. പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു എങ്കിലും ഈ തൊഴിലിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഈ ഒരു കാലം കൃഷ്ണകുമാർ ടീച്ചർ മുമ്പേ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഓൺട്രപ്രണർ, സംരംഭകൻ പുറത്തേക്ക് വരികയും അദ്ദേഹം മൂന്നാറിൽ പോയി ഒരു ഏലത്തോട്ടം മാനേജരായി ജോലി ചെയ്യുകയുണ്ടായി. നമ്മൾ കഥകൾ വായിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യവും എന്തായാലും അക്കാലത്ത് നമുക്ക് ചെന്നെത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള മൂന്നാർ പോലത്തെ ഒരു സ്ഥലത്ത് പോയി അവരൊരു തോട്ടം മാനേജരായി ജോലി ചെയ്ത് സങ്കല്പിക്കാനേ കഴിയില്ല. അദ്ദേഹം അതുകൊണ്ട് തന്നില്ല. അദ്ദേഹം ആലപ്പുഴയിൽ പോയി കയർ വ്യവസായത്തിൽ ഇടപെടുകയും അതിന്റെ കച്ചവട രീതികളൊക്കെ പഠിക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് ഈ സഹകരണ സംഘം എന്ന് പറയുന്ന ആശയം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെട്ടുണ്ടാവാൻ സാധ്യത. പല തൊഴിലുകൾ ചെയ്തു. അദ്ദേഹം വൈദ്യനായി പോയി ജോലി നോക്കുക, ആയുർവേദ വൈദ്യം. ഈ അഷ്ടഗന്ധ നിലം മാഷം ഗുണമാനതി സപൃഷൈഹി അർത്ഥമാസ പ്രയോഗേന കുഞ്ചരേണ സമം ബലം നമ്മൾ ദിവസം കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ്. അതായത് അശ്വഗന്ധവും തിലം മാഷേക്കാളെ കൂട്ടി അരമാസം പ്രയോഗിച്ചാൽ ആനയ്ക്കൊത്ത ബലം ഇങ്ങനെ സംസ്കൃതത്തിലാണ്. അദ്ദേഹം ഒരു ആയുർവേദ വൈദ്യന്റെ കൂടെ അദ്ദേഹം കുറച്ച് കാലം നിന്നിട്ട് കുറച്ച് വൈദ്യവും അദ്ദേഹം പഠിച്ചു. ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് വേറൊരു തോന്നലുണ്ടാകുന്നത്. എന്തുകൊണ്ട് എഴുത്തുകാർക്ക് ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടില്ല? ആ ഒരു ചിന്തയാണ് സാഹിത്യ പ്രവർത്തന സഹകരണ സംഘം എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ കൂട്ടായ്മയ്ക്ക് ബീജാവാപം ചെയ്യുന്നത്. നിങ്ങൾ ബഷീറിന്റെ വിശപ്പ് എന്ന കഥ വായിച്ചിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ഈ മറ്റു പല ഒരു സംഗതിയുടെ ആധികാരികത ഓർമ്മിക്കുന്നത് സമാനമായ ജീവിതാനുഭവമുള്ള ആളുകളുടെ സാഹിത്യകൃതികൾ നോക്കിയിട്ടാണ്. എഴുത്തുകാരന്റെ സ്ഥിതി എന്തായിരുന്നു? എഴുത്തുകാരൻ നക്സലൈറ്റ് ആണ്, കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് ആരോപിച്ച് പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പട്ടിണിയാണ്, ജന്മദിനമാണ്. അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്നറിയുമ്പോൾ ഏഷ്യ വന്നിട്ട് ഇയാൾ വശീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൊടുക്കാൻ പണമില്ല, കയ്യിൽ പണമില്ല. അതാണ് എഴുത്തുകാരന്റെ അവസ്ഥ. അപ്പോ ഇദ്ദേഹം ആരാവുന്ന എഴുത്തുകാരെ കൂട്ടി ഒരു സഹകരണ സംഘം ഉണ്ടായിരുന്നു. നമ്മുടെ പുത്തൂർകൃഷ്ണൻ അച്ഛൻ അദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോയ ഒരു കഥ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പുസ്തകം
ഇങ്ങനെ പ്രസിദ്ധീകരിക്കാം എന്നൊരാഗ്രഹം കൊണ്ട് അദ്ദേഹം കോട്ടയത്ത് ചെന്നു. ഇദ്ദേഹം അതിനൊന്നും സംസാരിക്കില്ല. എവിടെ നിന്നാണ്? തൃശ്ശൂരിൽ നിന്നാണ്. ഭക്ഷണം കഴിച്ചു ഇരിക്കുക. എന്നിട്ട് ഒരു 123 രൂപയുടെ രസീത് എഴുതി കയ്യിൽ കൊടുത്തു. ഇതിന്റെ അംഗത്വ ഫീസാണ്. അത് 120 രൂപ അംഗത്വ ഫീസും 3 രൂപ അതിന്റെ രജിസ്ട്രേഷൻ ഫീസുമാണ്. തിരിച്ച് വണ്ടിക്കൂലിക്ക് പോകാൻ കയ്യിൽ പണമില്ല. പക്ഷെ അതേപോലെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് എപ്പോഴെങ്കിലും പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പറ്റിയേക്കാം. ഉണ്ണികൃഷ്ണൻ സാറ് തിരിച്ച് നാട്ടിൽ വന്ന് ഉണ്ണികൃഷ്ണന്റെ കണ്ണീര് കണ്ട അമ്മ 2 കടുക്കം വീടി കയ്യിൽ കൊടുത്ത് അതിൽ അന്ധമായ കഥയൊക്കെ അങ്ങനെ അദ്ദേഹം പറയും, എനിക്ക് നട്ടലോടുകൂടി നിവർന്നു നിൽക്കാൻ ശേഷി നൽകിയത് ഈ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ അംഗത്വമാണ് എന്ന് അദ്ദേഹം പറയുന്നത്. ഒരുപാട് സാഹിത്യകാരന്മാർ. അദ്ദേഹം മരിച്ചപ്പോൾ, 1970 മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്മരണയെ പുറത്തിറങ്ങിയില്ല. അതെന്താ? സാഹിത്യകാരൻ ഉണ്ടെങ്കിൽ തോന്നി മലയാളത്തിൽ ഈ കാരൂരുമായി ബന്ധപ്പെടാത്ത സാഹിത്യകാരന്മാരോ എഴുത്തുകാരോ ഇല്ല എന്ന് തന്നെ പറയുന്നത്. ഇപ്പോഴത്തെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമല്ല അക്കാലത്തെ സാഹിത്യ പ്രവർത്തനം. അത് ചില ഈർച്ചമുള്ളുകൾക്കിടയിലൂടെ വലിച്ച് അതിന്റെ മജ്ജയും മാംസവും ഒക്കെ പോയ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് ഇന്നെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ ഇതല്ല. കോട്ടയത്ത് നാഷണൽ ബുക്ക് സ്റ്റാൾ എന്ന് പറയുന്നത് DC കിഴക്കാൻ അവരുടെ പേര് കൂടി കൂട്ടത്തിൽ ചേർന്ന് പറയണം. ഒരു ഇത്രയും വലിയൊരു സംഘാടകൻ ഈ നാഷണൽ ബുക്ക് സ്റ്റാൾ അദ്ദേഹത്തിന്റെ പണിയായിരുന്നു. അദ്ദേഹം അത് ഇതിൽ സാഹിത്യ പ്രവർത്തക സഹകരണത്തിൽ ചേർന്നപ്പോൾ ആ സംഘം ഇദ്ദേഹത്തിൽ വിളിച്ചു. അതിന്റെ പ്രസാധനം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘവും വിപണനം നാഷണൽ ബുക്ക് സ്റ്റാൾ പറയുന്നു. അങ്ങനെയാണ്. ആ ഒരു പശ്ചാത്തലം ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ വലിയൊരു സംഘാടകനാണ്. ആ സംഘാടകൻ ഈ തേനീച്ച തേനറകളിൽ ശേഖരിക്കുന്നത് പോലെ ഓരോന്നോരോന്നായി കൂട്ടി വെച്ചാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്ന ഒരു വലിയ ഒരു പ്രസ്ഥാനം ഈ നാട്ടിൽ കരുപിടിപ്പിച്ചത് എന്നുകൂടി അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇദ്ദേഹത്തിന്റെ കഥകളിലേക്ക് പ്രവേശിക്കാൻ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകതയായി പറയപ്പെടുന്നത് അത് കഥയ്ക്കോ കേശവദേവനോ പൊൻകുന്നോ വർക്കിക്കോ ഇല്ലാത്ത ചില സവിശേഷതകളാണ് ഇദ്ദേഹത്തിന്റെ കഥയെ വേറിട്ട് നിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ വായിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ആ അടങ്ങ് പിടി വെച്ച് എഴുതിയ ഒരുപാട് കഥകൾ കഥയുടെ ആദ്യകാല കൃതികളിലുണ്ട്. കേശവദേവനാണെങ്കിൽ അദ്ദേഹത്തിന്റെ സാഹിത്യ സ്വത്വത്തെ നമുക്ക് ഒറ്റ വാക്കിൽ നമുക്ക് അടിവരയിടാം. എതിർപ്പ് എന്നുള്ളതാണ്. അതായത് ആത്മകഥയുടെ പേരിൽ എതിർപ്പാണ്. എല്ലാറ്റിനോടും എതിർപ്പാണ്. വിശന്ന് വയർ ചെന്ന് നട്ടലിനോട് കിന്നരം പറയുന്ന അവസ്ഥയിലും അദ്ദേഹം രാജാധികാരത്തോടും ജന്മിത്ത പ്രമാണിത്വത്തോടും എതിർപ്പ് എന്നൊരു പ്രത്യയശാസ്ത്രം. പക്ഷേ ഇതിന്റെ ഒരു പരിമിതി, പ്രത്യയശാസ്ത്രം മുന്നിൽ നിൽക്കുമ്പോൾ ഇതിലെ സാഹിത്യാംശം അവിടെ പോയി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇടയ്ക്ക് ഞാൻ മറ്റൊരു കാര്യം ഓർമ്മിച്ചു പോകട്ടെ. അത് നമ്മുടെ സാർവദേശീയ സാഹിത്യോത്സവത്തിന്റെ ഒരു സെഷൻ രാഷ്ട്രീയം പറയണ്ടേ സാഹിത്യം എന്നതായിരുന്നു. നമ്മുടെ ശ്രീ ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത ഒരു സെഷനാണ്. നമ്മൾ വളരെ കൗതുകപൂർവ്വം ആ സെഷനിൽ ആളുകളുടെ അവതരണങ്ങൾ കേൾക്കാൻ വേണ്ടി അവർ കഴിച്ചുകൂടിയിരുന്നു. ഒരാളൊഴികെ എല്ലാവർക്കും പറയാനുള്ളത് നമ്മൾ രാഷ്ട്രീയം പറയണം, രാഷ്ട്രീയമേ പറയാവൂ എന്നാണ്. രാഷ്ട്രീയം പറയണം, ആർക്കാണ് സംശയം? പക്ഷെ രാഷ്ട്രീയമേ പറയാവൂ. രാഷ്ട്രീയം സാഹിത്യത്തിന്റെ അപ്പുറത്തേക്ക് മുഴച്ചു നിന്നാൽ എന്താവും സാഹിത്യം എന്നാലോചിക്കേണ്ടതില്ലേ? ഇവിടുത്തെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം മഹാസാഹിത്യകാരന്മാരായി വാഴ്ത്തിപ്പാടിയ എത്ര സാഹിത്യം. ഇപ്പൊ DK പൊറ്റക്കാട് ഇപ്പൊ എവിടെയുണ്ട്? ഇപ്പോൾ എവിടെയുണ്ട്? തകഴിയും കേശവദേവും ഒക്കെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനവുമായി വിട പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി സൈദ്ധാന്തികന്മാരുടെ ഇടപെടൽ സഹിക്കവയ്യാതെയാണ്. ഇപ്പൊ തകഴിയുടെ ചെമ്മീൻ പുറത്തിറങ്ങിയപ്പോൾ അത്
പുരോഗമനത്തെ പിന്തുണയ്ക്കാത്ത സാഹിത്യകൃതിയാണ് എന്നാണ് EMS വിലയിരുത്തിയത്. അല്ല, ആ കാഴ്ചപ്പാടിൽ അങ്ങനെ വിലയിരുത്താം. അത് പ്രോക്രസ്റ്റസിന്റെ കട്ടിൽ പോലെയാണ്. ഒന്നുകിൽ തല മുറിക്കും, അല്ലെങ്കിൽ കാല് മുറിക്കും, അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇതൊന്നും പറ്റും, നീളം കുറവാണെങ്കിൽ ഇല്ലേ പക്ഷേ വലിച്ചു കിട്ടുകയും ചെയ്യും. ഇതെന്ത് സാഹിത്യമാണ്? അന്ന് രാഷ്ട്രീയം സാഹിത്യത്തിന് കീഴ്പ്പെട്ട് നിൽക്കണം, കക്ഷി രാഷ്ട്രീയം സാഹിത്യത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ഒരേ ഒരാൾ നമ്മുടെ മുമ്പിൽ അധ്യക്ഷനായിരിക്കും. അങ്ങനെ അത് ഒരു വേറിട്ട ശബ്ദമായി കേൾക്കുകയുണ്ടായി. എപ്പോഴാണോ പ്രത്യയശാസ്ത്രം സാഹിത്യത്തെക്കാൾ ഉയർന്നു നിൽക്കുന്നത് അവിടെ സാഹിത്യം മരിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞതൊരു ചുരുക്കം. കാരൂർ നീലകണ്ഠപിള്ള അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ സവിശേഷതകൾ ഒന്നും ഉൾക്കൊള്ളാതെ ജീവിച്ച ആളാണ് എന്നാണോ? ഒരിക്കലുമല്ല. അവിടെയാണ് അദ്ദേഹത്തിന്റെ വ്യതിരിക്തത. തകഴിയിലും കേശവദേവിലും പൊൻകുന്നം വർക്കിയിലും SK പൊറ്റക്കാടിലും ഒന്നും കാണാത്ത ചില പ്രത്യേകതകൾ കാരൂരിന്റെ കഥകളിലുണ്ട്. അധ്യാപക കഥകൾ തന്നെ എടുക്കൂ. അതിൽ കുറച്ച് പ്രകടനാത്മകത മുന്നിൽ നിൽക്കുന്നുണ്ട് എന്ന് പോലും നമുക്ക് പറയാമെങ്കിലും നമ്മളെല്ലാം വായിച്ചിട്ടുള്ള പൂവമ്പഴം എന്നൊരു കഥയുണ്ടല്ലോ. ആ കഥ നമ്മൾ വായിക്കുന്നത് അന്തർജനത്തിന് തന്റെ മകന്റെ പ്രായക്കാരനായിട്ടുള്ള ആ അപ്പുവിനോട് തോന്നുന്ന അനുരാഗം എന്ന ഒരൊറ്റ ആസ്പെക്റ്റിലാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ല. ഈ കാരൂരിന്റെ കഥകൾ പല തലങ്ങളിൽ വായിക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മളുടെ നോട്ടം പലപ്പോഴും ഒരു കേന്ദ്ര ബിന്ദുവിൽ നമ്മൾ ഉറപ്പിച്ചു കഴിയുമ്പോൾ ആ ഫോക്കസിന്റെ പുറത്തുള്ള പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴും കാണാതെ പോവുകയാണ്. ഇതൊരു കുട്ടിയുടെ കണ്ണിലൂടെ, ഒരു പയ്യന്റെ മകന്റെ കണ്ണിലൂടെ പറയുന്ന കഥയാണ്. ആദ്യ ഭാഗം വായിച്ചു നോക്കി. ഞങ്ങളുടെ വീടിന്റെ തൊട്ടു കിഴക്കേത് ഒരു വലിയ ജന്മിയുടെ മനയാണ്. ഞങ്ങൾ അവരെ ആശ്രയിച്ചും സേവിച്ചുമാണ് കഴിയുന്നത്. ഞങ്ങൾ പരസ്പരം ഉപകാരികളാണെന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ശരിയായിരിക്കും. അവർ യജമാനന്മാരും ഞങ്ങൾ കൃത്യരും. മനയ്ക്കൽ എന്തെങ്കിലും വിശേഷമുണ്ടായാൽ പുറന്നാൾ ഉണ്ണിയൂണ് വേളി പിണ്ടം എന്തെങ്കിലും അത് ഞങ്ങളുടെ വീട്ടിൽ തീരെത്തിച്ചിട്ട് ആവശ്യമില്ല. തിരുവാതിരയായാൽ മറ്റെവിടെ കൈകൊട്ടിക്കളി ഉണ്ടായാലും എന്റെ വീട്ടിലെ സ്ത്രീകൾ മനയ്ക്കലേ പോകും. ഞങ്ങൾ കുട്ടികൾ മാമ്പഴമുള്ള കാലത്ത് മനയ്ക്കലെ മാഞ്ഞുകൊട്ടി മാളം വെച്ച് കളിക്കുകയും മാമ്പഴം പൊട്ടുകയും ചെയ്യും. അവിടത്തെ മുറ്റത്തുള്ള മരത്തിലാണ് ഞങ്ങൾ ഓണക്കാലത്ത് ഊഞ്ഞാലിടാറുള്ളത്. അങ്ങനെ പറയണ്ട, ആ മന ഞങ്ങളുടെ വീട്ടിലും ഉപരിക എന്ന് പറയുമ്പോൾ മനയുണ്ട്, മനയുടെ കാര്യസ്ഥനുണ്ട്. പക്ഷെ മനയും കാര്യസ്ഥന്റെ വീടും തമ്മിലുള്ള അകലം കുറഞ്ഞ ഒരു കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഭാഷയിൽ ചൊല്ലുന്നുണ്ടല്ലോ, ഇല്ലത്തെ ഊണ് കളഞ്ഞേക്കല്ലേ എന്നാണ്. മോഹൻദാസ് മാഷെ ഇല്ലത്തെ ഊണ് കളഞ്ഞേക്കല്ലെന്നാണ്. അപ്പൊ ഇല്ലത്ത് കാര്യസ്ഥൻ കൊണ്ട് ചെല്ലുമ്പോ ആത്തന്മാര് ഹായ് വരിക രാമനാരെ കഴിച്ചിട്ട് പോവാം എന്ന് പറയും. അയ്യോ ഇന്ന് തിങ്കളാഴ്ചയല്ലേ, ഇന്ന് ഒരു നേരം വേണ്ട, സന്തോഷം, കുഴപ്പമില്ല. അപ്പോ രാമനാരുടെ മോൻ രാമനാർക്ക് ശേഷം അവിടെ ചെന്നപ്പോൾ ഊണിന് ക്ഷണിച്ചു വന്നു, കുശാലായി ഇന്നു വന്നു, അവരോട് ഊണ് നിന്നുമാണ്. ഇതൊരു പ്രത്യേക തലത്തിലുള്ളൊരു ജ്ഞാനികളെയാണ്. ഈ ജാതി പിരമിഡ് തകരാതെ എന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലൊക്കെ നടക്കുന്ന ഒരു പ്രത്യേക സാമൂഹിക ജീവിതത്തിന്റെ ഒരു സൂചകമാണ് ആ കഥ. പക്ഷെ നോക്കും ഇവിടെ ഈ പൂമ്പളം എന്നുള്ള കഥ വരുമ്പോഴേക്കും ജാതി കോട്ടകൾ തകരുന്നതിന്റെയും ഈ ജാത്യാഭിമാനമൊക്കെ കുറഞ്ഞ് ജാതി ഉണ്ടെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള അകലം ഇതിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ പൂമ്പളം എന്ന അന്തർജനം പറയുന്നുണ്ട് അപ്പുവിന് എതിരേയും കടന്നു വരാം എന്നാണ്, എതിരേയും കടന്നു വരാം എന്നാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ നന്നായി പഠിച്ച് ജോലിയൊക്കെ മേടിച്ച് ഞാൻ ഈ ഇല്ലം ഞാൻ സ്വന്തമാക്കും എന്ന് പറയുന്നു. ഇത് തന്നെയല്ലേ MPയുടെ 4 കെട്ടിലും പറയുന്നത്. അപ്പോ
യൗവനയുക്തയായ ഒരു അന്തർജനത്തിന്റെ വാത്സല്യവും രതിയും ഇടകലർന്ന ഒരു മനോഭാവം ചർച്ച ചെയ്യുന്ന ഒരു കഥയിൽ പോലും വളരെ സൂക്ഷ്മമായി മാറുന്ന കാലഘട്ടത്തിന്റെ ചില സൂചകങ്ങൾ കാലു ചേർത്ത് വയ്ക്കുന്നുണ്ട്. കാലു എഴുതിയ എല്ലാ കഥകളും വിശേഷപ്പെട്ട കഥകളാണ് എന്ന് സ്ഥാപിക്കൽ എന്റെ പണിയേ അല്ല. അദ്ദേഹം എഴുതിയ കൃഷ്ണനാഥ് ടീച്ചർ സൂചിപ്പിച്ച ആ പല കഥകളും ഇതൊരാളും വായിക്കാത്തത് അതിൽ കഥാഖ്യാനത്തിന്റെ ഒരു ഗരിമ, അതൊരു ഔന്നത്യം നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പൊ ചെലുത്താനൊരു കഥയുണ്ട്. എന്തുകൊണ്ടാണ് ആ കഥ ആളുകൾ വീണ്ടും വായിക്കുന്നത്? എപ്രകാരമാണ് പട്ടിണി, ദാരിദ്ര്യം, ഇല്ലായ്മ, രോഗം ആ അവസ്ഥയിൽപ്പെട്ട ഒരു കുടുംബത്തിലേക്ക് നൈറ്റിച്ചേർത്തി എന്ന് പറയുന്ന ഒരു വൃദ്ധയായ സ്ത്രീ ഇങ്ങനെ വഴിതെറ്റി പോകാനുള്ള ഒരു ചെറിയ ഉപദേശം ഇങ്ങനെ കടത്തി വിടുന്നത് വളരെ സ്വാഭാവികമായി മനസ്സിൽ കയറ്റി വിടുകയാണ്. അവിടെ ഒരു വാക്യം എഴുതി, അവൾ വൈകിട്ട് കടലയ്ക്കാ ചിമ്മിനി കത്തിച്ചു. ആ കെട്ടുതാലി, തലകുത്തി നിൽക്കുന്ന കെട്ടുതാലി ഒറ്റ സൂചികയുള്ളൂ. അതായത് മനസ്സിന്റെ അപ്സൈഡ് ഡൗൺ എന്നൊരൊറ്റ സാധനം. ഇത് ഇങ്ങനെ മിതമായ വാക്കുകളിലൂടെ, ചില സൂചകങ്ങളിലൂടെ കഥ പറയാനുള്ള സവിശേഷമായ ഒരു സിദ്ധിവിശേഷം കാരൂരിന്റെ കഥകളുടെ പ്രത്യേകത. ഇത് ഒരു യൂറോപ്യൻ സാഹിത്യകാരന്റെയും ഏതെങ്കിലും ആഖ്യാനതന്ത്രത്തിന്റെ പകർപ്പല്ല എന്നുള്ളതാണ് എനിക്ക് ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്. ഓരോ കഥയെക്കുറിച്ചും എടുത്ത് ഇങ്ങനെ നമുക്ക് പറയാനുള്ളത്. മരപ്പാവകൾ എന്ന് പറയുന്ന കഥയെക്കുറിച്ച് കൂടി സൂചിപ്പിക്കാതെ പോയാൽ ഈ സംഭാഷണം അത് അപൂർവമായി പോകുമെന്നുള്ളതുകൊണ്ടാണ്. നാട്ടുപുറത്തെ ആളുകൾ സംസാരിക്കുന്നത് അവരുടെ ഭാഷയ്ക്ക്, അവരുടെ തത്വത്തരങ്ങൾക്ക് എന്തൊരു നൈർമല്യവും ഭംഗിയുമാണ് അറിയണമെന്ന് ഇദ്ദേഹത്തിന്റെ കഥകൾ വായിക്കുന്നത്. ഒരു എനിയുമാറായിട്ട് കഥ എല്ലാവരും വായിച്ചതാണ്. ഒരു എനിയുമാറായിട്ട് ആളുകളുടെ പേരും വരം സ്വീകരിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ ചെല്ലുകയാണ്. പെരുവറക്കും യൗവനമാണ്, ആ വീട്ടിൽ അപ്പോഴുള്ള നളിനിക്കും യൗവനമാണ്. അവളുടെ യഥാർത്ഥ ജീവിതാവസ്ഥ, അവളെ വിവാഹം കഴിച്ചിട്ട് അവളെ കെട്ടിയ ആള് കള്ള് കുടിച്ച് മഹാകൊസ്രാക്കോടിയായി നടന്നു നിൽക്കുന്നതാണ്. പക്ഷെ അവൾക്ക് ജീവിതത്തോട് വലിയ ഒരു അഭിനിവേശവും പ്രമേയവും ഉള്ള ഒരാളാണ്. ഒരു കലാകാരിയാണ്. ഇവർ തമ്മിലുള്ള ആ സംഭാഷണം പറയാതെ പറയുന്ന ചില മനസ്സിന്റെ കുടുക്കൽ വാങ്ങുക. പറയുന്നുണ്ട്, ഭർത്താവുണ്ടോ? ഉണ്ടെന്ന് അമർത്താതെ എഴുതിക്കോളൂ, തെളിയാതെ എഴുതിക്കോളൂ എന്നാണ്. അപ്പോ അവസാനം എബിനുമായിട്ടുള്ളവരുടെ ഈ ഒരു എന്താണ്, ഒരു പാവയും വാങ്ങി പോകുമ്പോൾ അയാളുടെ മനസ്സിൽ മന്ദതാളത്തിൽ ഉയർന്നു കേട്ട ആ ആനന്ദ സംഗീതം കഥ വായിക്കുന്നവരുടെ മനസ്സിലേക്ക് പകരാൻ കഴിയുന്നു എന്നുള്ളതാണ് കാരൂരിന്റെ കഥാരചനയുടെ പ്രത്യേകത. ഇത് വേറെ ഒരു സാഹിത്യകാരനെയും പകർപ്പല്ല, അദ്ദേഹത്തിന്റെ സ്വകീയമായിട്ടുള്ള രചനാ സവിശേഷതയാണ്. അപ്പോ ഞങ്ങളുടെ കോളേജ് ഗ്രൂപ്പിൽ നമ്മൾ ഈ പരിപാടിയുടെ ഈ പോസ്റ്റർ ഞാൻ ഇട്ടപ്പോൾ ഒരു അധ്യാപകൻ ചോദിച്ചു, ഇന്നത്തെ തലമുറയിൽപ്പെട്ട എത്ര പേർക്ക് കാരൂരിനെ അറിയാം? അദ്ദേഹം അത് പരിഹാസ രൂപത്തിലാണ് ചോദിച്ചതെങ്കിലും കാരൂരിനെ എത്ര പേർ വായിക്കുന്നുണ്ട് എന്ന് വളരെ സജീവമായ ഒരു ചോദ്യമാണ്. അതിന്റെ പുറത്ത് നമ്മൾ എല്ലാ ചോദ്യങ്ങളെയും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതാണ്. എത്ര പേർ ഈ കഥകൾ വായിക്കുന്നുണ്ട്? എത്ര തരത്തിൽ വായിക്കുന്നുണ്ട്? ഏതെല്ലാം തരത്തിൽ വായിക്കാം? കുതിരക്കണ്ണട വെച്ചിട്ട് ഇദ്ദേഹം അധ്യാപകന്മാരുടെ കഥകൾ മാത്രം എഴുതിയ ആളാണ് എന്ന രീതിയിൽ അദ്ദേഹത്തെ ചെറുതാക്കി കാണുന്ന പരിപാടി അവസാനിക്കണം. മലയാളത്തിൽ ചെറുകഥാകൃത്തുക്കളുടെ പിൽക്കാലത്തെ ചെറുകഥാകൃത്തുക്കൾക്കും
മാതൃകയാക്കാവുന്ന സവിശേഷമായ ആഖ്യാന രീതിയാണ് നമ്മുടെ കാരൂരിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി എടുത്തു കാട്ടാവുന്നത്. അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ബഹുതല സ്പർശിയായ പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നൽകിയ സംഭാവനകൾ വരും തലമുറകളും ചർച്ച ചെയ്യട്ടെ എന്ന് ആശിച്ചുകൊണ്ട്, ആ ആശ നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.